നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. വിവാദമായ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് വിഷയം ഇന്ന് മൂവാറ്റുപുഴയിലുള്ള മഹല്ല് കമ്മിറ്റി മത നേതാക്കൾ തന്നെ വന്ന് ആ വിവാദം അവസാനിപ്പിക്കാൻ വേണ്ടി ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. അവർ പറയുന്നത് കോളേജിലെ കുട്ടികൾക്ക് തെറ്റുപറ്റി, അവരങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ അപ്പോഴും കേരളത്തിലെ പൊതുസമൂഹത്തിന് ചില കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട്. കുട്ടികൾക്ക് ഏത് കാര്യത്തിലാണ് തെറ്റുപറ്റിയത് എന്നറിഞ്ഞാൽ കൊള്ളാം. ഒന്ന്, കോളേജിൽ നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം മുറി ചോദിച്ചതാണോ തെറ്റുപറ്റിയത്, അതോ പള്ളിയിൽ സ്ത്രീകളെ, അതായത് വനിതകളെ അവിടെ നിസ്കരിക്കാൻ സ്ഥലം കൊടുക്കാത്തതാണോ തെറ്റായത്, അത് ചോദിക്കാത്തതാണോ തെറ്റായത്? ഇത് രണ്ട് കാര്യത്തിൽ ഏതാണ് കുട്ടികൾക്ക് തെറ്റുപറ്റിയത് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. കോളേജിൽ അവിടുത്തെ വിദ്യാർത്ഥിനികൾക്ക്, അതായത് പെൺകുട്ടികൾക്ക് നിസ്കരിക്കാൻ വേണ്ടി സ്ഥലം ചോദിച്ചതാണോ തെറ്റ്, അതോ പള്ളിയിൽ പെൺകുട്ടികൾക്ക് സ്ഥലം കൊടുക്കാത്തത് ചോദിക്കാതിരുന്നതാണോ തെറ്റ്? ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തിയാൽ നന്നായിരുന്നു. എന്തായാലും പൊതുജനങ്ങൾക്ക്, പൊതുസമൂഹത്തിന് അവരുടെ മുന്നിൽ ചില സംശയങ്ങളുണ്ട്. കുട്ടികൾ എന്ത് തെറ്റാണ് ചെയ്തതെന്ന്. സ്വാഭാവികമായിട്ടും ആൺകുട്ടികൾ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നുണ്ട്, പെൺകുട്ടികൾക്ക് അതിനുള്ള അവസരം ആരൊക്കെയോ നിഷേധിച്ചിരിക്കുന്നു. അതിനാൽ ആൺകുട്ടികൾ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന സമയത്ത് പെൺകുട്ടികൾക്ക് കോളേജിലെങ്കിലും നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കി തരാൻ വേണ്ടിയിട്ടാണ് ആൺകുട്ടികളായിട്ടുള്ള സഹപാഠികൾ അതിനു വേണ്ടി ശ്രമിച്ചത്. അത് തെറ്റാണെങ്കിൽ നിങ്ങൾ അതായിരുന്നു തെറ്റെന്ന് പറയാം. അതല്ല, പെൺകുട്ടികൾക്ക് പള്ളിയിൽ നിസ്കരിക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന ചോദ്യം അവർ ചോദിക്കാത്തതാണോ തെറ്റെങ്കിൽ അതും പറയണം. ഇത് രണ്ടിൽ ഒരു വ്യക്തത വരുത്തിയിരുന്നാൽ കൊള്ളാമായിരുന്നു. ഇനി മറ്റൊരു കാര്യം, പുറത്തു വന്ന വീഡിയോ ദൃശ്യങ്ങളനുസരിച്ച് അതിൽ SFIയുടെ അല്ലെങ്കിൽ MSFൻ്റെ നേതാക്കൾ എന്ന് അവകാശപ്പെടുന്നവർ അവർ ഈ വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദൊക്കെ വിളിക്കുന്നു. ആ സമയത്ത് അവിടുത്തെ പ്രിൻസിപ്പൽ ചോദിക്കുന്നു, കുഞ്ഞെ, നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമല്ലേ, ഇവിടെ പല മതസ്ഥരായിട്ടുള്ള ആളുകൾ പഠിക്കുന്നുണ്ട്, അപ്പോൾ ഒരു മതത്തിന് പ്രത്യേകമായിട്ട് ഇങ്ങനെ ചെയ്തു തരുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കുരുപ്പ് പറയുന്ന മറുപടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ആ കുരുപ്പ് പറയുന്നു, ഞങ്ങളിപ്പോൾ അതിൻ്റെ മെജോറിറ്റി ആയല്ലോ അച്ഛാന്ന് ആണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഞങ്ങൾ ഭൂരിപക്ഷമായി, അതിനാൽ ഇനി ഞങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരണം എന്ന് തന്നെയാണ്. അപ്പോൾ ഇത്ര കാലവും അവർ ന്യൂനപക്ഷം, അതായത് ആ കോളേജിലെ ആ ക്ലാസ്സിലെ കാര്യമായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. ഇത്ര കാലവും അവർ ന്യൂനപക്ഷമായിരുന്നു, അതുകൊണ്ട് ഈ മതേതരത്വമൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് നിന്നു. ഞങ്ങൾ ഇപ്പോൾ ഭൂരിപക്ഷമായിരിക്കുന്നു, അതിനാൽ ഇനി മതേതരത്വമൊന്നുമില്ല, അത് വേണമെങ്കിൽ ചുരുട്ടി പറഞ്ഞത്ത് വെച്ചോളൂ, ഇനി ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നടത്തിത്തരണം എന്നല്ലേ പറഞ്ഞത്. ഒരു ചെറിയ കുരിപ്പ് ഇതാണ് പറഞ്ഞതെങ്കിൽ ഇങ്ങനെ പഠിച്ച് വലുതായി നിൽക്കുന്നവരാണ് ഇവിടെയുള്ള മറ്റു മുതിർന്ന ആളുകൾ. അപ്പോൾ ഒരു 10-20 വർഷത്തിന് മുമ്പ് 10%, 15% ഒക്കെ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ന്യൂനപക്ഷങ്ങൾ, അവർക്ക് ഇത്തരം ആവശ്യങ്ങളൊന്നുമില്ലായിരുന്നു. അവർക്കഥവാ ഉള്ളിനുള്ളിലുണ്ടായിരുന്നെങ്കിലും അവരിതൊന്നും പറയില്ലായിരുന്നു. കാരണം അവർക്കതിനുള്ള ആളെണ്ണമില്ലായിരുന്നു, പേഴ്സൻറ്റേജ് ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരിൽ ചിലർക്ക് തോന്നിയിരിക്കുന്നു ഞങ്ങൾ ഭൂരിപക്ഷമായെന്ന്, ചില സ്ഥലത്തെങ്കിലും ചില ഏരിയയിലെങ്കിലും. അപ്പോൾ അവർ തുറന്നു പറയാൻ തുടങ്ങി. ഇതുവരെ മതേതരത്തിൻ്റെ മുഖം മൂടി അടിഞ്ഞുകൊണ്ട് SFIയിലോ MSFയിലോ ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന വിദ്യാർത്ഥികൾ തന്നെ അവൻ അറിഞ്ഞോ അറിയാതെയോ പ്രിൻസിപ്പാളിൻ്റെ മുന്നിൽ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ഇപ്പോൾ അതിന് മെജോറിറ്റിയായി അച്ചോ, ഇനി ഞങ്ങൾ പറയുന്നത് ചെയ്തു തരണമെന്ന്. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് അരിയാഹാരമോ നിങ്ങൾ ഇനി ചപ്പാത്തിയോ ഗോതമ്പോ മറ്റെന്ത് കഴിച്ചാലും നിങ്ങൾക്ക് ചിന്താശേഷി എന്നൊരു സംഗതി ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, എന്താണ് ആ വിദ്യാർത്ഥി കുരിപ്പ് പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും അതിൻ്റെ ആന്തരിക അർത്ഥം മനസ്സിലാവും. ഇത് കുറേ കാലമായിട്ട് ഇവിടെ സംഖ്യകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ അപ്പോഴൊക്കെ നിങ്ങൾ പറയുന്നത് എന്താണ്, അവർ വർഗീയത പറയുകയാണെന്ന്. അനുഭവത്തിൽ വന്നപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി. തുടരെ ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ നടത്തുന്ന കോളേജുകളിൽ മാത്രമാണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാത്രമാണ് അവർ ഇങ്ങനെ ചില സാമ്പിളുകൾ, ചില ടെസ്റ്റ് ഡോസുകൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ പൂഞ്ഞാറിലെ അവിടുത്തെ അസിസ്റ്റൻ്റ് വികാരിയുടെ നേരെ വണ്ടി ഇടിപ്പിക്കാൻ വരെ ശ്രമം നടന്നു. അതിൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നു എന്നും ആ കേസ് എങ്ങനെ ഒതുക്കിയെന്നും പൊതുസമൂഹത്തിന് അറിയാം, അല്ലെങ്കിൽ ചിലർക്ക് അതറിയില്ല. പക്ഷേ അവർ അടുത്ത പടിയായിട്ട് ഇപ്പോൾ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നടത്തിയിരിക്കുന്നു. പക്ഷേ അവർ ഒട്ടും വിചാരിക്കാത്ത രീതിയിൽ സോഷ്യൽ മീഡിയ അത്രയേറെ ശക്തമായതിനാൽ സാധാരണഗതിയിൽ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് കെട്ടടങ്ങി പോവേണ്ട ഒരു വിവാദം 3-ാം ദിവസവും 4-ാം ദിവസവും കത്തിച്ച് നിൽക്കുകയും ഒടുവിൽ അവർക്ക് ഗത്യന്തരം അതുതന്നെയാണ്, അങ്ങേയറ്റത്തെ നിസ്സഹായ അവസ്ഥയിൽ അവരുടെ മത നേതാക്കൾക്ക് വന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ കുട്ടികൾക്ക് വേണ്ടി മാപ്പ് പറയേണ്ട ഒരവസ്ഥയിലെത്തിച്ചു.
ഇവിടെ അവർ ശരിക്കും പരാജയപ്പെട്ടു എന്ന് പറയാം. യഥാർത്ഥത്തിൽ അവർ SNDPയുടെയോ NSSൻ്റെയോ മാനേജ്മെൻറ്റുകൾ നടത്തുന്ന കോളേജിൽ ഈ പരിപാടിയായിട്ട് പോവില്ല. എങ്കിൽ അവിടെ വെച്ച് തന്നെ അതിന് അവസാനമാവും. കാരണം തീർച്ചയായിട്ടും അവിടെ അവർ ചോദിക്കും, മാനേജ്മെൻറ്റ് അതിന് അനുവദിച്ചു കൊടുക്കാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. മാത്രമല്ല കേന്ദ്രത്തിൽ BJP ഭരണമുണ്ട്, അതിൻ്റെ അഡ്വാൻറ്റേജ് വേറെയുമുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ ഇവർ ഈ കുട്ടിക്കൊഴിച്ച പോലെ സ്നേഹത്തിൻ്റെ കട തുറക്കുന്നു എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധി ആയിരുന്നു ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നതെങ്കിൽ ഇവർ മാപ്പും പറയാൻ പോകുന്നില്ല. ആ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് നിർമ്മല കോളേജിൽ ഒന്നല്ല, അവർ ആവശ്യപ്പെടാതെ തന്നെ ഒന്നിലധികം ഇടങ്ങളിൽ ഒരുപക്ഷെ നിസ്കാരത്തിനുള്ള സൗകര്യവും ഒരുക്കി കൊടുക്കുമായിരുന്നു. ആ കുട്ടിക്കുരിപ്പ് പറഞ്ഞതുപോലെ ഞങ്ങളിപ്പോൾ മെജോറിറ്റി ആയി, അതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരണം എന്ന് പറഞ്ഞ ആ വാചകത്തിലുണ്ട് എല്ലാം. അത് എന്താ പറയുക, ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തമുണ്ട് എന്നൊരു വാചകം ഒരു പ്രമുഖ പുസ്തകത്തിലുണ്ട്. അത് ആ മതസ്ഥർക്ക് മാത്രമല്ല ബാധകം, ചിന്തിക്കുന്ന എല്ലാവർക്കും ബാധകമാണ്. അതിനാൽ ചിന്താശേഷിയുള്ളവർ ഓരോരുത്തരും ചിന്തിക്കുക, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്.